ഹായ് ഗൈസ്, അങ്ങനെ നമ്മുടെ വെയിറ്റ് ലോസ് ജേണിയുടെ ഡേ 2 ആണ്. രാവിലെ തന്നെ ഞാനൊരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് തന്നെ എടുത്തു. അതിനുശേഷം ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഒരു മുട്ടയും ഒരു ബനാനയാണ് ഇന്ന് ഞാൻ കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് കേട്ടോ. 2 അവക്കാഡോ ഞാൻ ഓൾറെഡി ഉടച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സവോളയും കുറച്ച് തക്കാളിയും കുറച്ച് നാരങ്ങ നീര്, അതുപോലെ കുറച്ച് ഉപ്പ്, കുറച്ച് എരിവ് വേണ്ടവർക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം. അതാണ് ഞാൻ ചെയ്യുന്നത്. അത് ജസ്റ്റ് ആക്കി വെക്കുക. പിന്നെ അതിലേക്ക് ഒരു എന്താ പറയുക, മറ്റേ വീറ്റിൻ്റെ ബ്രെഡ് ഉണ്ടാവുമല്ലോ, അതും ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇത് ജസ്റ്റ് അതിലേക്ക് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു ഓംലേറ്റും കൂടി ഉണ്ടാക്കുവേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ നമ്മൾ മിക്സിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കേട്ടോ. ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഇവിടെ ലൈറ്റിൻ്റെ കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട് കറക്റ്റ് കളർ കാണുന്നില്ല, എന്നാലും ടേസ്റ്റൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ വോൾ സീഡ് ബ്രെഡാണ് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഞാൻ അതിൻ്റെ കൂടെ ഒരു ഓംലേറ്റും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. രാവിലെ ഒരു മുട്ട കഴിച്ചുകൊണ്ട് ഞാൻ ലഞ്ചിന് ഒരു ഓംലേറ്റ് മാത്രമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബ്രെഡും ടോസ്റ്റ് ചെയ്തു. ബ്രെഡ് ടോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സി ഇതിൻ്റെ മേളിൽ അപ്ലൈ ചെയ്തേക്കുവാണ്. ഇത് കാണാനും നല്ല രസമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു ദിവസം 4 ലിറ്റർ വെള്ളം കുടിക്കാനുള്ളതാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ അത്ര എത്തുന്നില്ല, പക്ഷേ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഡിന്നർ. 2 ചിക്കൻ ബ്രസ്റ്റ് പീസ് എടുത്തു. അതിന് ചുമ്മാ ഓരോ രീതിയിൽ അരിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അത് കട്ട് ചെയ്യാനാണ്. അതിലേക്ക് കുറച്ച് മസാലകൾ ആഡ് ചെയ്തു. മുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, കേർഡ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാ വെജിറ്റബിൾസും ഞാൻ എടുക്കുന്നുണ്ട് അത്യാവശ്യം. അതിലേക്ക് 2-3 പച്ചമുളകും പിന്നെ നാരങ്ങാനീരും ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിന് ഏകദേശം ബിരിയാണിയുടെയൊക്കെ സാലിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് ടേസ്റ്റ് മാറി കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പല വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ നോക്കുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ ഡിഷസ്. ഇങ്ങനെ വരും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാവേ.